യെസ്, ഹൗ ടു ഏൺ മണി ഈസിലി, ക്വിക്കലി. സത്യം പറഞ്ഞാൽ ആർക്കല്ല ഈ ഒരു ലോകത്ത് പൈസ സമ്പാദിക്കേണ്ട എന്നുള്ള തോട്ടുള്ള എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഉദ്ദേശം ക്യാഷ് ഏൺ ചെയ്യുക. ഈ ലോകത്ത് ക്യാഷ് ഏൺ ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. ബട്ട് റീസെൻ്റ്ലി ഞാൻ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റി അറിഞ്ഞു. ഞാൻ ഈ ഒരു ബിസിനസ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇതിനെപ്പറ്റി നാട്ടുകാർ അറിയണം എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ബിസിനസ്സിനെ പറ്റി നിങ്ങളോട് ഇത്രത്തോളം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ബിസിനസ് ചെയ്യാനായിട്ട് പ്രായപരിധിയില്ല, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാം. ആൻഡ് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് ദിവസം 500, 1000 ഒന്നുമല്ല, ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ബിസിനസ് എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ഇതിന് അധികം എഫേർട്ടൊന്നും വേണ്ട, ദിവസം 2 മണിക്കൂറിൻ്റെ ഒക്കെ ആവശ്യമേ നമുക്കുള്ളൂ. ആൻഡ് വൺസ് ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിപ്പോൾ പണി എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റുന്ന തരം ഒരു ബിസിനസ്. സോ എന്താണ് ആ ഒരു ബിസിനസ് എന്നറിയാനായിട്ട് നിങ്ങൾക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും, എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ടായി. ബട്ട് ഇതിനു മുന്നേ എനിക്കൊരു കഥ പറയാനുണ്ട്. ഈ ഒരു കഥ ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് ഈ ഒരു കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ചിലപ്പോൾ എത്ര പേർക്ക് അത് അവരുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലോ എന്ന് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു റിലേറ്റ്. ആൻഡ് അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ അവസാനം വരെ നിങ്ങൾ കാണുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ആൻഡ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാം. സോ ഞാൻ ഈ ഒരു കഥ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയാം. എനിക്ക് വരും നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. സോ സപ്പോസ് നിങ്ങൾക്ക് ഒരു സുഹൃത്ത് ഉണ്ടായി എന്നല്ല, പഴയ ഒരു സുഹൃത്താണ്, അധികം പരിചയമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആളായിട്ട് ഈ റീസെൻ്റ്ലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ബന്ധമുള്ളൊരു ഫ്രണ്ട്. ആൾ നിങ്ങളുടെ നാട്ടിലേക്കോ ടൗണിലേക്കോ എന്തോ വരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങളിവിടെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, വീണ്ടും കുറേ വർഷമായാലും നമ്മൾ കണ്ടിട്ട് നമുക്കൊന്ന് കാണാം എന്ന് പറയുന്നു. ഓക്കെ ഫൈൻ, നിങ്ങളും ഫ്രീ ആണ്, നിങ്ങൾ ആ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോകുന്നു. ഏതൊരു ഹോട്ടലിലോ കഫേയിലോ എവിടെ വെച്ചാൽ നിങ്ങൾ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സുഹൃത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അവിടെ പോയപ്പോൾ ആ സുഹൃത്തിനെ കണ്ടപ്പോൾ ആൾ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടു പോയി. അതായത് ആളുടെ ലൈഫ് സ്റ്റൈൽ മാറി, ഡ്രസ്സിങ് സെൻസ് മാറി, ആളുടെ നല്ല റിച്ച് ആയിട്ടുള്ള ലുക്സ്, അതേപോലെ തന്നെ ഐഫോൺ ഉണ്ട്, വില കൂടിയ കാറുണ്ട്, നല്ല ഹൈഫൈ ലൈഫാണ് ആൾ ജീവിക്കുന്നത്. നിങ്ങൾ ഒരു 9 to 5 ജോബ്, 9 to 5 അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ജോലി, ഡെയിലി പണി ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അതായത് നിങ്ങൾക്ക് മാസാവസാനം സാലറി കിട്ടുന്നു, ആ ഒരു സാലറി കൊണ്ട് നിങ്ങൾ കഴിഞ്ഞു കൂടുന്നു, അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന സേവ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര റിച്ച് ലൈഫൊന്നും അല്ല, എന്നാൽ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ് ലൈഫ് നിങ്ങൾ ലീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ നിങ്ങളൊരു ക്യൂരിയോസിറ്റി വയ്ക്കുന്നു. ഓക്കെ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ നീ ഇപ്പം എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആൾ പറയാം, ഞാനും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ട്, ഇതേപോലെ 9 to 5. പക്ഷേ എനിക്കറിയാം 9 to 5 ചെയ്തുകൊണ്ട് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല, സമയം ഉണ്ടായില്ല, പൈസ ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഞാൻ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട്, ഐ എം വെരി ഹാപ്പി. അപ്പോൾ നമ്മളോട് ചോദിക്കും നമ്മളെന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു, ഓക്കെ നമ്മളും ഇതേപോലെ ജോലി ചെയ്യുവാണ്, പക്ഷേ അധികം ശമ്പളം കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ആൻഡ് നിങ്ങൾ ജസ്റ്റ് നോർമൽ ചിറ്റ്. അപ്പോൾ എന്തായാലും ഇയാൾ നല്ല റിച്ച് ലൈഫ് സ്റ്റൈലാണല്ലോ, അപ്പോൾ എന്താണ് ബിസിനസ്, എന്താണ് ചെയ്യുന്നത്, നമുക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയും ആക്ച്വലി ബിസിനസ് ഒരു ഗ്ലോബൽ ബിസിനസ്സാണ്, പല കൺട്രീസിലുള്ളൊരു കാര്യമാണ്, അത് ഇങ്ങനെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ബട്ട് നമ്മുടെ കയ്യിൽ കുറേ അധികം ബ്രാൻഡ്സുമായിട്ടുള്ള കൊളാബറേഷൻസ്, നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മീൻസ് ക്ലയൻറ്റുമായിട്ടുള്ള ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ബിസിനസ്സാണിത് എന്ന് പറയുന്നു. മീൻസ് ഒരു ക്ലിയർ ഐഡിയ നമ്മൾക്കും കിട്ടുന്നില്ല, ബട്ട് ഇറ്റ്സ് എ ജെനുവിൻ ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. ഇനി ഏകദേശം ഒരു മാസത്തെ 2-3 ആഴ്ച, ഒരു മാസത്തിന് ശേഷം നിങ്ങൾ ആ ഒരു സുഹൃത്ത് പെട്ടെന്ന് രാത്രി വിളിക്കുവാണ്. അപ്പോൾ എന്തോ അർജൻറ്റാണെന്ന് നിങ്ങൾ ഫോൺ എടുക്കുന്നു. അപ്പോൾ പറയുക, നീ അന്ന് 9 to 5 നിനക്ക് പറ്റുന്നില്ല, നിൻ്റെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല, ഉള്ള വിഷമങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിനക്ക്, ഞാൻ ജോലി ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പണിങ്ങിൽ കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് സംസാരിച്ചതാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്ക് മേ ബി കിട്ടാം. സോ വാട്ട് ഡു യു സേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, നമ്മൾക്കും ആ ഒരു കാശ് സമ്പാദിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിലാണല്ലോ. അപ്പോൾ ഓക്കെ ഫൈൻ, ബിസിനസ് അല്ലേ, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ, പറ്റുന്നതാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ശരി, അപ്പോൾ ആൾ ഓക്കെ ഫൈൻ, ഇന്ന ഡേ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ദിവസം നീ ഒരു കഫേയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വാ, ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കമ്പനിയിലുള്ള സീനിയേഴ്സും അവരൊക്കെ ആയിട്ട് ചിലപ്പോൾ ആ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ നീ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അവരുമായിട്ടൊക്കെ സംസാരിച്ച് നീ കുറച്ചുകൂടി ഒരു ബിസിനസ്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, പോരും എന്ന് പറയുന്നു. സോ നിങ്ങൾ ഓക്കെ ഫൈൻ, ബിസിനസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഫൈൻ എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ നിങ്ങൾ നേരെ ആ ഒരു കഫേയിലേക്ക് പോകുവാണ്. അവിടെ പോകുമ്പോൾ നിങ്ങൾ സുഹൃത്ത് അവിടെ ഉണ്ട്, സുഹൃത്തുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഞാൻ സുഹൃത്ത് പറയാം, ആക്ച്വലി നിനക്ക് ഭയങ്കര ഭാഗ്യമാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചേ ഉള്ളൂ എൻ്റെ ഈ ഒരു ഓപ്പണിങ്, അങ്ങനെ കുറേ ആൾക്കാർ ഇതിന് ഇൻ്റർവ്യൂ പോലെ നീ കണക്കാക്കിയാൽ മതി, കുറേ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്ത് പോയതാണ്,
മേ ബി നീ കൺഫേം ആവുകയാണ്, ഇപ്പോൾ ആരും കൺഫേം ആക്കിയിട്ടില്ല, നീ കൺഫേം ആകുവാണെങ്കിൽ നിനക്ക് ഈ ഒരു പൊസിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ്. കിട്ടിക്കഴിഞ്ഞാൽ മോനെ ലൈഫ് സെറ്റാണ്. എൻ്റെ കാര്യം തന്നെ നീ എടുത്ത് നോക്ക്, ഞാൻ എങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ, മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തായാലും മാറും. സോ ഞാൻ പ്രേ ചെയ്യാം എന്നൊക്കെ പറയുന്നു. ആൻഡ് ദെൻ ഈ പറഞ്ഞ ബിസിനസ്സിലുള്ള ആ സീനിയേഴ്സ് വരുന്നു. സീനിയേഴ്സ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും അവരും ഭയങ്കര ഹൈഫൈ റിച്ച് ലൈഫാണ്. അവർ നമ്മളോട് വന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് നീ ഇവിടെ വന്നു? സോ ബേസിക്കലി എന്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നു. സോ നിൻ്റെ കയ്യിൽ നിനക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? നിനക്ക് 4 ആളുമായിട്ട് സംസാരിക്കാനുള്ള സ്കില്ലുണ്ടോ? നിനക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള സ്കില്ല് നിൻ്റെ അടുത്തുണ്ടോ? ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്കില്ലുണ്ടോ? ആൻഡ് ഡെയിലി 2 hours എങ്കിലും നിനക്ക് സ്പെൻഡ് ചെയ്യാൻ കയ്യിലുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നീ ബിസിനസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്, ഫെയിലാവും. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഇൻ്റർവ്യൂമായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. യെസ്, ഡെയിലി 2 hours സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ബിസിനസ് ചെയ്യാനാണല്ലോ വന്നത്. ഇതൊക്കെ നമുക്ക് ഓക്കെയാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു റോബർട്ട് കിയോസാക്കിയുടെയൊക്കെ ബുക്കില്ലേ, നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, അതിൻ്റെയൊക്കെ റെഫറൻസസ് വെച്ചിട്ട് പറയുവാണ്. നോർമലി ഒരു എംപ്ലോയി ആണെങ്കിൽ 9 to 5 നമ്മൾ ചെയ്യുന്നു, ബട്ട് ക്യാഷ് ഉള്ള ആൾക്കാരൊക്കെ ആരാ? ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും ഒക്കെയാണ്. സോ എംപ്ലോയി ആയിട്ട് നീ എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും നിനക്ക് ക്യാഷ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ ബേസിക്കലി ബിസിനസ് ഇസ് ദ അൾട്ടിമേറ്റ് തിങ്. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് എങ്ങനെയാണ് മറ്റ് ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം പൈസ ഉണ്ടാക്കുന്നത്? ഫേസ്ബുക്ക് എങ്ങനെ, ഇൻസ്റ്റാഗ്രാം, ഇവരൊക്കെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ചെയ്യുന്നത്? ആൻഡ് എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും? കാരണം അവരും ഒരു ഡ്രോപ്പ് ഔട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു രീതിക്ക് വരാമെങ്കിൽ ഇത്രത്തോളം ഇൻ്റലിജൻസും എഡ്യൂക്കേഷനുള്ള നമുക്കൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് ബിസിനസ്. പക്ഷേ ആൾക്കാർക്ക് ഫിയർ ആണ്, ഇതിലേക്ക് എടുത്ത് ചാടി പൈസ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ. പക്ഷേ റിസ്ക് എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം കൂടുതൽ റിവാർഡാണ് എന്നാരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, എങ്ങനെ ബിസിനസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു മോട്ടിവേഷൻ പോലെ നമുക്ക് തോന്നുന്നു. അതിനുശേഷം ഈ പറഞ്ഞ സീനിയർ അയാളുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നു. ലൈക്ക് ഞാൻ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് 7-8 lakhs ഉണ്ടാക്കി. ഈ ഒരു വർഷം എനിക്ക് ഏകദേശം 1 crore ഒരു ടാർഗറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. 1 crore എങ്കിലും ഉണ്ടാക്കണം. ബട്ട് ഈ ഒരു ബിസിനസ്സിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ തായ്ലൻഡിൽ ട്രിപ്പ് പോയി, നമ്മൾ മലേഷ്യയിൽ ട്രിപ്പ് പോയി, ഭയങ്കര ഹൈഫൈ സംഭവങ്ങളൊക്കെയാണ്. ബട്ട് ലക്കിലി നീ ലക്കി ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പൊക്കെ പോകും, അതിൽ നീയും കൂടെ പങ്കെടുക്കാനായിട്ട് പറ്റും. ബട്ട് ലെറ്റ്സ് സീ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇത് ഗ്ലോബലി ഉള്ള ബിസിനസ്സാണ്, കുറേ കൺട്രീസിലൊക്കെ ഉള്ളതാണ്. ആൻഡ് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ്സിലുള്ള എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ബിസിനസ്. ശരി, ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. എന്താണ് ബിസിനസ്? സോ ബിസിനസ് സംഭവം സിമ്പിളാണ്. നമ്മൾക്ക് ഒരു കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഇപ്പോൾ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ഹൈഫൈ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ലക്ഷറി പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. ലൈക്ക് 4 lakhs to 20 lakhs 30 lakhs അത്രയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ലക്ഷറി പ്രൊഡക്ട്സ് മാത്രം വിൽക്കുന്ന ഒരു വെബ്സൈറ്റ്. ആൻഡ് ഇതിനകത്ത് ഇഷ്ടം പോലെ പ്രമുഖ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡാണ്, ലക്ഷറി പ്രൊഡക്ട്സ് ആണ്. സോ മേ ബി വി ഹാവ് ടു സെൽ, അല്ലേ, നമ്മൾ ആ ഒരു ലക്ഷറി പ്രൊഡക്ട്സ് വിൽക്കേണ്ടതായിരിക്കും ഈ ഒരു ബിസിനസ് എന്ന് നമ്മൾക്ക് തോന്നും. ബട്ട് നമ്മളോട് പറയുവാണ്, ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഏതൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് യൂസ് ചെയ്ത് നോക്കണം, ശരിയല്ലേ? എന്നിട്ടല്ലേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മിനിമം എമൗണ്ട് ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബണ്ടിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സേ ഒരു 4 lakhs ബണ്ടിൽ ഇപ്പോൾ ചൂസ് ചെയ്താൽ അതിനകത്ത് 4 lakhs വർത്തായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഈ പ്രൊഡക്ട്സ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഒരു സാധനം സേ ഒരു 4 lakhs പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത് ഓൾറെഡി ആക്സസ് ഉള്ള ആരാ ഉള്ളത്? എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു ഫ്രണ്ടിൻ്റെ ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഈ ഒരു സാധനം 4 lakhs കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രോഡക്ട്സ് കിട്ടും. ആൻഡ് ഈ ഒരു ഫ്രണ്ട് എനിക്ക് ആക്സസ് തരും. ഈ ഒരു ഫ്രണ്ട് എനിക്ക് ആക്സസ് തരുന്നതുകൊണ്ട് ആ ഒരു ഫ്രണ്ടിന് നമ്മൾ കൊടുത്ത ആ ഒരു 4 lakhs പുള്ളിക്കാണല്ലോ സെയിൽ വരുന്നത്. ആ ഒരു സെയിലിൻ്റെ 10% കമ്മീഷൻ 40,000 rupees ആൾക്ക് പോകും. സോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 4 lakhs വർത്ത് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്ട്സ് ഐദർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓർ നിങ്ങൾക്ക് സെല് ചെയ്യാം. പക്ഷേ നിങ്ങൾ മേടിച്ച ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പോയിട്ട് ഇൻഡിവിജ്വലി ഒരാൾക്ക് കൊണ്ടുപോയി സെല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പാടായിരിക്കുമല്ലോ, ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, മാർക്കറ്റിംഗ് എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മേടിച്ച പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്കും ഇതേപോലെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്ന കാണുമ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്കും അത് വാങ്ങിക്കാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അവർക്ക് ആക്സ് കൊടുക്കുന്നു. നിങ്ങൾക്ക് കിട്ടില്ല ആക്സ്, ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരാൾക്ക് മിനിമം അതിലോട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ 40,000 rupees കിട്ടും. അപ്പോൾ എന്നാലോചിച്ച് ഒരു 10 പേര് മതി, 10 പേർക്ക് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മേടിച്ച ആ പ്രൊഡക്റ്റിൻ്റെ 4 lakhs സുഖമായിട്ട് തിരിച്ച് കിട്ടിയില്ല. സിമ്പിൾ പരിപാടിയല്ലേ എന്ന് നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയല്ലേ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻഡിവിജ്വലി വിൽക്കുന്നതിലും ഭേദം വേറെ പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ആക്സ് കൊടുക്കുവാണെങ്കിൽ അവർ മേടിച്ചു തൊട്ടെ, നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുമല്ലോ. നല്ല പരിപാടിയല്ലേ സംഭവം. അപ്പോഴാണ് നമ്മളൊരു അടുത്ത കാര്യം പറയുന്നത്. സപ്പോസ് ഞാനിപ്പോൾ ഒരു 2 പേർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം റെഫർ ചെയ്തു. ആ റെഫർ ചെയ്ത ആൾക്കാർ മേ ബി അവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അവർ വേറെ 2 പേർക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ അവരും 4 lakhൻ്റെ മേടിക്കുവാണെങ്കിൽ അവർക്ക് 40,000 വെച്ച് കിട്ടുമല്ലോ. ആൻഡ് നമ്മൾക്കും അതിൽ ഈക്വൽ 10% ഷെയർ കിട്ടും. സോ നമ്മൾക്കും 4,000, 8,000 rupees കിട്ടും. സോ ബേസിക്കലി നമ്മൾ റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാലും ഓരോരുത്തർ കയറുമ്പോഴും നമ്മൾക്ക് പൈസ കിട്ടും എന്ന്. സോ ബേസിക്കലി നമ്മൾ റെഫർ ചെയ്ത ആൾ അടുത്ത ആൾ റെഫർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വന്ന് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ബേസിക്കലി ഒരു പേഴ്സൺ ഇവിടെ ഉണ്ട്, ആ ഒരു പേഴ്സൺ 2 പേരെ ചേർക്കുന്നു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് പരിപാടി എന്ന് ക്ലിക്കായില്ലേ? സംഭവം കൊള്ളാൽ. ഈ കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് പേരൊന്നുമില്ല. ഇത് അത്തരത്തിലുള്ളൊരു പരിപാടി. ശരി, ഫൈൻ. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ റെഫർ ചെയ്യുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ആൾക്കാരെ നമുക്ക് റെഫർ ചെയ്യാൻ എങ്ങനെ പറ്റും? അതിനുള്ള സ്കില്ല് നമുക്ക് വേണ്ടേ? അതിനാണ് ഈ ദിവസമുള്ള 2 മണിക്കൂർ. ദിവസം 2 മണിക്കൂർ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരെ ചേർക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് ജെന്യുവൻലി ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനത്തെ പരിപാടിയിൽ കുറേ ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. ബേസിക് ഇതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ പറ്റിക്കപ്പെട്ടു. അതിനുശേഷം നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓൾറെഡി പറ്റിക്കപ്പെട്ടു, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി, ആ കാശ് തിരിച്ചെടുക്കണമല്ലോ. ആ ഒരു ഇതിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുന്നു. സോ ബേസിക്കലി ഞാൻ ആ പറഞ്ഞ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിനകത്തുള്ള 4 lakh പ്രോഡക്ട്സ്, ഈ പ്രൊഡക്റ്റ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആ ഒരു ബിസിനസ് മോഡലിൽ നിന്ന് എടുത്ത് കളഞ്ഞു നോക്കി. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും ഇല്ല, പ്രോഡക്റ്റും ഇല്ല. അതായത് നിങ്ങൾ ബേസിക്കലി ഒരു അക്കൗണ്ടിലേക്ക് 4 lakh ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ 4 lakh ഇടുമ്പോഴത്തേക്ക് ആ അക്കൗണ്ടിൽ ആക്സസ് ഉള്ള ഒരാൾക്ക് 10% കമ്മീഷൻ കിട്ടുന്നു. ഇനി നിങ്ങൾ 4 lakh അവിടെ ഇട്ട് പോയല്ലോ, അത് തിരിച്ച് കിട്ടണമല്ലോ. തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ അടുത്ത ആൾ നിങ്ങൾ പറയും ഈ അക്കൗണ്ടിലേക്ക് 4 lakh ഇടാം, നിങ്ങൾക്ക് 10% 40,000 തിരിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ അയാളുടെ കാശ് പോയില്ല, അപ്പോൾ അയാളും പറയും 4,000 ഇടാൻ, 4 lakh ഇടാൻ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന മെയിൻ അക്കൗണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ആ ഒരു അക്കൗണ്ടിലേക്ക് മണ്ടന്മാരായിട്ട് ആൾക്കാരിങ്ങനെ പൈസ ഇട്ടുകൊണ്ടേയിരിക്കും. ആ ഇട്ട പൈസ എനിക്ക് തിരിച്ച് കിട്ടണമല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റിൽ, ആ ഒരു ഗിൽട്ടിൽ വീണ്ടും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത്. കാരണം പല ആൾക്കാരും ഇതൊരു ബിസിനസ്സാണ് എന്നുള്ള രീതിയിൽ പോയി വീഴുന്നുണ്ട്. ലോൺ എടുത്ത് ഇതിലേക്ക് പൈസ ഇടുന്നുണ്ട്. ചെറിയ പിള്ളേർ അച്ഛൻ്റെ അമ്മയുടെ പൈസ കൊണ്ടൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഈ ഒരു കാര്യം വെച്ച് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരാളെ പോയി പറ്റിച്ചിട്ട് നിങ്ങളെ ആൾക്കാരിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ പിന്നെ എന്ത് വില ഉണ്ടാവുക? ആൻഡ് ഇതിനെ പല ആൾക്കാർ ഇപ്പോഴും ജെന്യുവനായിട്ടൊരു ബിസിനസ്സാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പല ആൾക്കാരും നല്ലപോലെ ജോലി ചെയ്ത് മാസം ശമ്പളം മേടിച്ച് ജീവിക്കുന്നവർ ഈ ഒരു ജോലിയൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ഫുൾ ടൈം ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇതിലേക്ക് ഇറങ്ങി അവസാനം ഇവർക്ക് ആൾക്കാരൊന്നും ചേർക്കാൻ പറ്റാതെയായി, പൈസ കിട്ടാതെയായി, ഭ്രാന്തായി. അപ്പോൾ ഇതാണ് ആ പരിപാടി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ജെന്യുവനായിട്ട് ഒരു കാര്യം ഞാൻ പറയാം, പൈസ സമ്പാദിക്കണമെങ്കിൽ അധ്വാനിക്കണം. പണിയെടുക്കാണ്ട് നമുക്ക് പൈസ കിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ നിലനിൽക്കുകയുമില്ല. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.